ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അരി അരച്ച് കഴിഞ്ഞാൽ വാരി എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മെനക്കെട്ട പണിയാണല്ലേ. അതുമല്ല അതിൻ്റെ ആ കല്ലും ആ പാത്രമൊക്കെ കൂടെ കറങ്ങുമ്പോൾ ഉള്ള ആ കടകട സൗണ്ടും. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഒരു സ്മാർട്ട് ഗ്രൈൻഡർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അല്ലാതെ ഇറങ്ങിയിട്ട് കുറേ നാളായി. ഞാനിപ്പോഴാണത് വാങ്ങിയത്. എന്നാൽ പിന്നെ അതിൻ്റെ റിവ്യൂ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. കാരണം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇടാലോ എന്ന് ഓർത്താണ് ഞാനത് ഇതുവരെ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ വേറെ ഗ്രൈൻഡറുകളിൽ നിന്ന് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിൻ്റെ ഡ്രമ്മില്ലേ, നമ്മുടെ അരി അരയ്ക്കുന്ന പാത്രം അരയൂല, അതിൻ്റെ കല്ല് മാത്രമേ കറങ്ങുള്ളൂ കേട്ടോ. നമ്മൾ പണ്ട് ആട്ടുകല്ലിലൊക്കെ ആട്ടിയെടുക്കൂലായിരുന്നോ, അപ്പോൾ നമ്മുടെ ആ കുഴവി മാത്രമല്ലേ നമ്മൾ അരയ്ക്കുള്ളൂ, കല്ല് അതുപോലെ തന്നെ ഇരിക്കൂലേ. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇതിലും വർക്കാവുന്നത്. നമ്മുടെ പാത്രം കറങ്ങൂല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മാവ് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പാച്ചുലയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ അരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാത്രം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതിലൂടെ കേട്ടോ നമ്മൾ അരച്ച മാവ് വരിക. അപ്പോൾ നമുക്കത് ഓണാക്കി ഇട്ടുകൊണ്ട് തന്നെ മൂടി വെച്ചിട്ട് അരി അരച്ചതിന് ശേഷം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ മാവ് ഇതിലേ കൂടെ വരും. അപ്പം ഞാൻ അതിൻ്റെ ഡെമോ കാണിച്ചു തരാം കേട്ടോ. ഈ ഗ്രൈൻഡർ ഞാൻ 7100 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയത്. ഇതിന് 5 വർഷത്തെ വാറണ്ടിയാണ് അവർ പറയുന്നത്. എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് വന്ന് നോക്കി തരുമെന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ ഇത് കേരളത്തിൽ നിന്നല്ല വാങ്ങിയിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ തമിഴ്നാട്ടിലാണോ ഉള്ളതെന്ന്. അപ്പോൾ ഈ ഗ്രൈൻഡർ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ മാവ് വരുന്ന ഭാഗം ഇതുപോലെ ഒരു ക്യാപ്പ് തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കണം. ഇത് നമ്മൾ വെള്ളം കഴുകി വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു വാഷർ പോലെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇളക്കിയെടുത്ത ഭാഗമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ പുതിയ ഗ്രൈൻഡറൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അരി ഇട്ട് അരച്ചിട്ട് അരി തൂര് കളഞ്ഞാലും മതി കേട്ടോ. കാരണം കല്ലിൻ്റെയും പൊടിയുടെയൊക്കെ അംശം ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അരിയൊന്നും ഇടുന്നില്ല. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഓണായി കഴിഞ്ഞപ്പോഴാണ് മൂടി വെച്ചില്ല എന്ന് ഓർത്തത്. കുഴപ്പമൊന്നുമില്ല, ലൈറ്റായിട്ട് വെള്ളത്തുള്ളി മുകളിലോട്ട് തെറിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വാഷർ പോലെ തന്നിരിക്കുന്ന ഇത് എടുത്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് എനിക്കത് ഊരാൻ ലേശം കഷ്ടമായിട്ടുള്ളത്. കുറച്ച് ടൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളം പോർഷൻ ആണെങ്കിൽ നമുക്കിതിങ്ങനെ ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞിട്ട് ആ ഡ്രമ്മ് പയ്യെ നമ്മുടെ മെഷീൻ അടക്കം പയ്യെ ചെരിച്ച് കഴിഞ്ഞാൽ മൊത്തം വെള്ളവും പുറത്തോട്ട് വരും കേട്ടോ. നമ്മൾ അരി അരച്ച് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ 2 കല്ലും ഇപ്പുറത്തെ സൈഡിൽ 1 കല്ലുമാണ് ഉള്ളത്. അപ്പോൾ ഈ വാഷർ നല്ലോണം ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലാണ് അരി വരുന്നത്. അപ്പോൾ ഇത് ഒത്തിരി ടൈറ്റൊന്നുമല്ല, ലൈറ്റായിട്ട് ലൂസാണ്. നമ്മൾ കറക്റ്റായിട്ട് വെച്ച് അത് ടൈറ്റാക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഗ്രൈൻഡർ ഓണാക്കി വിട്ടിട്ട് വേണം നമ്മൾ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം ഇഡലിക്കുള്ള മാവാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉഴുന്നാണ് ആദ്യം അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്നാണെങ്കിലും അരിയാണെങ്കിലും ശരി, ഏത് ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോഴും ആദ്യം ഒരു പകുതി ഇട്ട് ലൈറ്റായിട്ട് ഒന്ന് അരഞ്ഞ് തുടങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പകുതി ഇടുന്നതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ മൊത്തം അരിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ഗ്രൈൻഡർ അങ്ങനെ നിന്നു പോകും. പിന്നെ നമ്മളത് അരിയൊക്കെ മാറ്റി കൊടുക്കണം വീണ്ടും പഴയതായിട്ടൊന്ന് അരയ്ക്കുമ്പോൾ. പിന്നെ ഞാൻ ഇഡലിക്ക് അരയ്ക്കുമ്പോൾ ഒരു 2 കഷ്ണം ഉഴുന്നൊന്ന് ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഉഴുന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുക്കും, അല്ലെങ്കിൽ 2 ഐസ് കട്ടി ഇട്ട് കൊടുക്കും കേട്ടോ. അതാണ് ഇപ്പോൾ ഐസ് കട്ടി ഇട്ട് കൊടുത്തത്. അപ്പം ഉഴുന്നൊക്കെ വേഗം അരഞ്ഞ് കിട്ടുന്നുണ്ട്. ഒരു 10 മിനിറ്റിൽ ഉഴുന്നും അരയുന്നുണ്ട്, അരിയും വേഗം അരയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സാധാരണ ഗ്രൈൻഡറിനേക്കാളും ഒത്തിരി മെച്ചമൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ, വില കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കയ്യിലാവാതെ വാരിയെടുക്കാം. അതുമാത്രമാണ് ഇതിനകത്തുള്ളൊരു ഈ ഗ്രൈൻഡർ കൊണ്ടുള്ളൊരു മെച്ചമെന്ന് പറഞ്ഞാൽ അതാട്ടോ. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് വെള്ളം ഇത് തുറക്കണമെന്നൊന്നുമില്ല. ഈ ഗ്യാപ്പിൽ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതിനുള്ളിലോട്ട് വെള്ളം സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ സ്മാർട്ട് ഗ്രൈൻഡർ എന്ന് പറഞ്ഞ്
ഇത് വാങ്ങുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നല്ലോണം വേഗത്തെ അരഞ്ഞു കിട്ടും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സാധാരണ ഗ്രൈൻഡർ അരയുന്ന ആ ഒരു സ്പീഡിലൊക്കെ തന്നെ ഇതും അരയുന്നുള്ളൂ കേട്ടോ. ഉഴുന്നൊക്കെ നല്ലോണം അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് അരച്ചുപയോഗിച്ച് നോക്കിയപ്പോൾ ഇതിന് വലിയൊരു ഗുണമേന്മ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നമ്മുടെ സാധാരണ ഗ്രൈൻഡർ ഇതൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വാരാനൊക്കെ കുറച്ച് മടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഗ്രൈൻഡർ അവർക്ക് പറ്റിയതായിരിക്കും. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ഈ കൈയിട്ട് മെനക്കെട്ട് വാരുന്ന പരിപാടി ഇല്ലല്ലോ, ആ ഒരു പരിപാടി കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് അരഞ്ഞിട്ട് വരുന്ന സീനാണിത്. അപ്പോൾ നമുക്ക് ചുമ്മാ കയ്യിലാക്കി എടുക്കേണ്ട ആ ഒരു മെനക്കേട് ഒഴിവാക്കാം. കണ്ടില്ല, അരഞ്ഞാൽ അത് മൊത്തം അതിനുള്ളിൽ കൂടെ വരും. ഇനി നമ്മൾ കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് നല്ല ക്ലിയർ ആയിട്ട് കഴുകി വരും കേട്ടോ. ലൈറ്റായിട്ട് അതിനകത്ത് പിടിച്ചിരിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ മാവ് എടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ വലിയ ഹോള് ക്ലോസ് ചെയ്യണം കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഹോളെ ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. വലിയ ഹോളിൽ കൂടെയാണ് അത് പുറത്തോട്ട് തെറിക്കും. ദൂരമായിട്ട് അങ്ങ് വെള്ളം തെറിക്കും കേട്ടോ, എല്ലായിടത്തും ആകും. നമ്മൾ തുറക്കാതെ തന്നെ ഇതിനുള്ളിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അത് കഴുകി എടുത്താൽ ഈ നോസ് തുറന്നു കൊടുത്ത് കഴിയുമ്പോൾ അതിൽ കൂടെ വെള്ളം പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വലിയ ഹോള് തുറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കല്ലെല്ലാം കഴുകിയിട്ട് വരുന്ന വെള്ളമാണിത്. അപ്പോൾ എളുപ്പപ്പണിയൊക്കെ നോക്കുന്നവർക്ക് നല്ല ഈസി ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്രയും നേരത്തെ ഈ മാവ് വരുന്ന പണി നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലോ. ആ ഗ്രൈൻഡർ ലേശം ഒന്ന് ചെരിച്ചു കൊടുത്താൽ അതിനുള്ളിലുള്ള മൊത്ത വെള്ളവും അല്ലെങ്കിൽ മാവാണെങ്കിലും വന്നോളൂ കേട്ടോ. ഇടില്ലേ, എല്ലായിടും കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ലൈറ്റായിട്ട് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മൊത്തത്തിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഗ്രൈൻഡർ ഒന്ന് ഓണാക്കി നല്ലോണം അത് കറങ്ങി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ആ ഹോള് തുറക്കാൻ വേണ്ടിയിട്ട്. ആ ഹോള് നമ്മൾ ഓണിലിരിക്കുമ്പോൾ തുറന്നാലും മതി. അപ്പോഴാണ് ആ വെള്ളം കറക്റ്റായിട്ട് നമുക്ക് വീടുള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. വേറെ ആർക്കെങ്കിലും ഇത് കണ്ടാൽ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ബായ്.